നിയമാവർത്തനം 10-ാം അധ്യായം. അക്കാലത്ത് കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ആദ്യത്തേതുപോലെ 2 കൽപ്പലകകൾ നിനക്കായി ചെത്തിയെടുക്കുക. എന്നിട്ട് എൻ്റെ അടുത്തേക്ക് മല കയറുക. തടി കൊണ്ട് ഒരു പേടകവും നീ ഉണ്ടാക്കണം. നീ ഉടച്ചു കളഞ്ഞ ആദ്യത്തെ പലകകളിലുണ്ടായിരുന്ന വചനങ്ങൾ ഞാൻ പ്രസ്തുത പലകകളിൽ എഴുതും. അവ നീ പേടകത്തിൽ സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ കരുവേലത്തടിയുടെ ഒരു പേടകം ഉണ്ടാക്കുകയും ആദ്യത്തേതുപോലെ 2 കൽപ്പലകകൾ ചെത്തിയെടുക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ മലയിലേക്ക് കയറി. എൻ്റെ കൈവശം 2 പലകകളുമുണ്ടായിരുന്നു. സമ്മേളന ദിവസം മലയിൽ അഗ്നിമധ്യേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് അരുൾ ചെയ്ത 10 വചനങ്ങൾ ആദ്യ ലിഖിതം പോലെ തന്നെ ആ പലകകളുടെ പുറത്ത് അവിടുന്ന് എഴുതി. എന്നിട്ട് കർത്താവ് അവ എനിക്ക് തന്നു. ഞാൻ തിരിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി ഞാനുണ്ടാക്കിയ പേടകത്തിൽ ആ പലകകൾ നിക്ഷേപിച്ചു. അവ അവിടെയുണ്ട്, കർത്താവ് എന്നോട് കൽപ്പിച്ചതുപോലെ. യാക്കാന്യരുടെ ബെയറോത്തിൽ നിന്ന് ഇസ്രായേല്യർ മൊസേറിലേക്ക് കൂടാരം നീക്കി. അവിടെ വെച്ച് അഹ്റോൻ മരിച്ചു. അവിടെ തന്നെ അവൻ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ മകൻ എലയാസർ പുരോഹിത ശുശ്രൂഷ ചെയ്തു. അവിടെ നിന്ന് അവർ നീങ്ങിയത് ഗുദ്ഗോദായിലേക്കാണ്. ഗുദ്ഗോദായിൽ നിന്ന് നീർച്ചാലുകളുടെ നാടായ യോത്ബാത്തായിലേക്കും. ഇന്നോളം കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം വഹിക്കുന്നതിനും കർത്തൃസന്നിധിയിൽ അവിടുത്തെ സേവിക്കാൻ നിലകൊള്ളുന്നതിനും അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നതിനുമായി അക്കാലത്ത് ലേവിയുടെ ഗോത്രത്തെ കർത്താവ് വേർതിരിച്ചു. അക്കാരണത്താൽ ലേവിക്ക് തൻ്റെ സഹോദരരോടൊപ്പം ഓഹരിയും അവകാശവും ഉണ്ടായിരുന്നില്ല. കർത്താവാണ് അവൻ്റെ അവകാശം. നിന്റെ ദൈവമായ കർത്താവ് അവനോട് അരുൾ ചെയ്തതുപോലെ തന്നെ. ആദ്യ ദിവസങ്ങൾ പോലെ 40 പകലും 40 രാവും ഞാൻ മലയിൽ നിന്നു. ആ പ്രാവശ്യം കൂടി കർത്താവ് എന്നെ കേട്ടു. നിന്നെ നശിപ്പിക്കാൻ കർത്താവ് ഇഷ്ടപ്പെട്ടില്ല. കർത്താവ് എന്നോട് അരുൾ ചെയ്തു, അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കാനായി ഞാൻ ശപഥം ചെയ്തിട്ടുള്ള ദേശം അവർ പോയി കൈവശമാക്കേണ്ടതിന് ജനത്തിന് മുമ്പേ നീങ്ങുന്നതിന് നീ എഴുന്നേറ്റ് നടക്കുക. അതിനാൽ ഇപ്പോൾ ഇസ്രായേലേ, നിന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാനും അവിടുത്തെ എല്ലാ വഴികളിലും നടക്കാനും അവിടുത്തെ സ്നേഹിക്കാനും നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ നിന്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷിക്കാനുമല്ലാതെ മറ്റെന്താണ് നിന്റെ ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? നിന്റെ നന്മയ്ക്കായി ഞാനിന്ന് നിന്നെ അനുശാസിക്കുന്ന കർത്തൃകൽപ്പനകളും അവിടുത്തെ ചട്ടങ്ങളും പാലിക്കാൻ വേണ്ടി തന്നെയാണത്. ഇതാ, ആകാശവും ആകാശങ്ങളുടെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും നിന്റെ ദൈവമായ കർത്താവിൻ്റേതാണ്. എന്നിട്ടും കർത്താവ് നിന്റെ പിതാക്കന്മാരെ സ്നേഹിക്കുന്നതിന് അവരിൽ താത്പര്യം കാട്ടി. അവർക്കു ശേഷം അവരുടെ സന്തതിയെ, അതായത് നിങ്ങളെ ഇന്നായിരിക്കുന്നത് പോലെ മറ്റെല്ലാ ജനങ്ങളിലും നിന്ന് അവിടുന്ന് തിരഞ്ഞെടുത്തു. ആകയാൽ നിങ്ങളുടെ ഹൃദയാഗ്രചർമ്മം നിങ്ങൾ പരിച്ഛേദിക്കണം. ഇനിയും നിങ്ങൾ പിടലി കടുപ്പിക്കരുത്. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനുമാണ്. മുഖം നോക്കാത്തവനും കോഴ സ്വീകരിക്കാത്തവനുമായ മഹാശക്തനും ഭീതിതനുമായ ദൈവമാണ്. അവിടുന്ന് അനാഥൻ്റെയും വിധവയുടെയും ന്യായം നടത്തിക്കൊടുക്കുന്നു. പ്രവാസിക്ക് ഭക്ഷണവും വസ്ത്രവും നൽകാൻ മാത്രം അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ പ്രവാസിയെ സ്നേഹിക്കണം. ഈജിപ്ത് നാട്ടിൽ നിങ്ങൾ പ്രവാസികളായിരുന്നല്ലോ. നിന്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടണം. അവിടുത്തെ നീ സേവിക്കണം. അവിടുത്തോട് നീ ചേർന്ന് നിൽക്കുകയും അവിടുത്തെ നാമത്തിൽ ശപഥം ചെയ്യുകയും വേണം. നിന്റെ കണ്ണുകൾ കണ്ട ഈ മഹനീയ പ്രവൃത്തികളും ഭയാനക കൃത്യങ്ങളും നിനക്ക് വേണ്ടി ചെയ്ത നിന്റെ ദൈവവും നിന്റെ കീർത്തനവും അവിടുന്നാണ്. നിന്റെ പിതാക്കന്മാർ 70 പേരായാണ് ഈജിപ്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ ഇപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കണക്കെ അസംഖ്യമാക്കും.